ചേട്ടാ നമസ്കാരം. എല്ലാ പ്രാവശ്യവും മകൻ തൊഴലിന് വരാറുണ്ടോ? ഇതെനിക്ക് തോന്നുന്നു എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഇതുവരെ മുടങ്ങിയിട്ടില്ല മകം. ഇപ്പൊ ഞാനൊരു 15 വർഷം ഇവിടെ താമസമാണ് ചോറ്റാനിക്കര. അപ്പം മുടക്കാറില്ല. ലോകത്ത് എവിടെയാണെങ്കിലും ഈ ദിവസം ഇവിടെ എത്തും. അപ്പൊ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതെല്ലാം ദേവി നടത്തി തരുന്നുണ്ട്. ഞാൻ എന്റെ എല്ലാ സിനിമകളിലും തിരക്കഥ പൂർത്തിയാക്കുന്ന ഇവിടെ ഇരുന്നിട്ടാ. മാളികപ്പുറത്തിന്റെ തിരക്കഥ മുഴുവൻ എഴുതിയത് ചോറ്റാനിക്കര ഇരുന്നിട്ടാണ്. അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ച് എന്റെ ഏറ്റവും ഭാഗ്യ സ്ഥലമാണ് ചോറ്റാനിക്കര. പിന്നെ ജീവിതത്തിലെല്ലാം തന്നിട്ടുള്ളത് ഇവിടെ നിന്ന് തന്നെ. അപ്പൊ അത്രയും വിശ്വാസമുണ്ട്. മുടക്കില്ല. ഫാമിലിയായിട്ട് എല്ലാവരും വർഷങ്ങളായിട്ട് ഇവിടെ വരുന്നു. ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് മകൻ തൊഴാൻ വരുന്നത്. ആദ്യമായിട്ടാണ്. അതിന് ഒരു നിമിത്തമായി വന്നത് അഭിലാഷാണ്. കാരണം അഭിലാഷ് ഞാനും ഒരു അടുത്ത സിനിമ ചെയ്യുന്നുണ്ട്. അത് ചോറ്റാനിക്കര ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ മൂകാംബികയിൽ എല്ലാ വർഷവും പലതവണ പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗ്യം കൊണ്ടാണ് അരവിന്ദിൻ്റെ ഏതെങ്കിലും സിനിമ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ആ അമ്മ തന്നെയാണ് എന്നെ ഇവിടെ അഭിലാഷിനെ മുന്നിൽ എത്തിച്ചതും ഞങ്ങളൊരു സിനിമ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട്? വലിയൊരു ആഘോഷം, കൂടുതൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉത്സവമാണെന്ന് പറയുമ്പോൾ കൂടിയും പുരുഷന്മാർ വരുന്നുണ്ട്, വർഷങ്ങളായി ഇവിടെ എത്തുന്നവരുണ്ട്. അത്രയേറെ വിശ്വാസമാണ് ആളുകൾ. ഉറപ്പായിട്ടും ഞാനിവിടെ തൊഴാൻ വരാറുണ്ട്. പക്ഷെ മകം ആയ ദിവസം ആദ്യമായിട്ടാണ് വരുന്നതേ ഉള്ളൂ. ഇതൊരു വലിയ ശക്തി കേന്ദ്രം തന്നെയാണ്. ഒരു അമ്മയുടെ ഒരു സ്രോതസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അപ്പം ഇതൊരു എന്താ പറയുക, ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇങ്ങനൊരു അവസരം. അപ്പോൾ അടുത്ത സിനിമയും ചോറ്റാനിക്കര അമ്മയുടെ അനുഗ്രഹത്താൽ വലിയ ഹിറ്റ് ആവട്ടെ. അതെ, കാരണം മാളികപ്പുറം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വലിയ ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം ചോറ്റാനിക്കര ബേസ് ചെയ്തൊരു പടം ചെയ്യണമെന്ന്. അപ്പോൾ അരവിന്ദ് കഥയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മോഹനോട് ഒരു പടം ചെയ്യണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മോഹനോട് എൻ്റെ കഴിഞ്ഞ സിനിമ ആനന്ദ് ശ്രീബാല കണ്ടിട്ട് വിളിക്കുന്നതും സുമതിയുള്ളതിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ടാണ് ഞാൻ ഈ കഥ പറയുന്നത്. പുള്ളിക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങളത് തുടങ്ങി. ഒരു നിമിത്തം പോലെ എല്ലാം ആരംഭിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ഏപ്രിലോ മെയിലോ ആയിട്ടാണ് ഞങ്ങൾ ഷൂട്ട് പ്ലാൻ ചെയ്തത്. ഒരു വലിയ സ്റ്റാർ കാസ്റ്റിൽ ഒരു വലിയ പടമായിരിക്കും. തീർച്ചയായിട്ടും മാളികപ്പുറം ഇഷ്ടപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും തൃപ്തി കിട്ടുന്ന ഒരു സിനിമയായിരിക്കും ചോറ്റാനിക്കര. ഒരുപാട് നന്ദി, താങ്ക് യു. അപ്പോൾ എന്തായാലും ഇപ്പോൾ മാളികപ്പുറത്തിന്റെ തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ളയും സംവിധായകൻ മോഹനുമാണ് ഇപ്പോൾ സംസാരിച്ചത്. അവർ അടുത്ത ഒരു സിനിമയുടെ ചിത്രീകരണത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയത്. വർഷങ്ങളായി ചോറ്റാനിക്കരയിൽ വന്ന് മകൻ തൊഴുന്ന ആള് കൂടിയാണ് അഭിലാഷ് പിള്ള. അത്രയേറെ വിശ്വാസമുണ്ട്. തന്റെ വിജയങ്ങൾക്കെല്ലാം പിന്നിൽ ദേവിയുടെ അനുഗ്രഹമുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്.